എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി വാഡ്ര ഗാസ ഗാസ എന്ന് പറയുമ്പോൾ സിറിയയിൽ കൊല്ലപ്പെടുന്ന ക്രിസ്ത്യൻസിനെ കുറിച്ചൊന്നും പറയുന്നില്ല? ചിരട്ടത്തരം പറയല്ല സാറേ. BJPയുടെ സപ്പോർട്ടോടുകൂടി മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയത് എന്തുകൊണ്ട് സംഖ്യകളൊന്നും പറയുന്നില്ല? ക്രിസ്ത്യൻ പള്ളികൾ കൂടി അവിടെ പൊളിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചും സംഖ്യകളൊന്നും മിണ്ടുന്നില്ല. എന്താണ് സാറേ അതിന്റെ ഗുഡ് ടെൻസ്? പറ സാറേ, പറ. ബഹ്റൈനും കുവൈറ്റും സൗദി അറേബ്യയിലും ഖട്ടാറിലും ഈ കഴിഞ്ഞ 4-5 ദിവസം നടന്ന ആക്രമണം, അതിനെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല? സൗദി അറേബ്യയിലും ഖത്തറിലും കുവൈറ്റിലൊക്കെ യുദ്ധം തുടങ്ങി കൊടുക്കാനുള്ള സാഹചര്യവും ഒരുക്കി കൊടുത്തത് ആരാണ്? സംഘികളുടെ അച്ഛൻ. ആദ്യത്തെ അച്ഛൻ ട്രംപ് അച്ഛൻ, രണ്ടാമത്തെ അച്ഛൻ നെഹ്നു അച്ഛൻ. ഈ അച്ഛന്മാരോട് സോണിയാഗാന്ധി എന്ത് പറയാനാണ്? സംഘികളുടെ അച്ഛന്മാരല്ലേ, സംഘികൾ പറയണം അച്ഛൻ നെഹ്നു അച്ഛ യുദ്ധം ചെയ്യല്ലേ, അച്ഛ ട്രംപ് അച്ഛ യുദ്ധം ചെയ്യല്ലേ എന്ന് പറയണം. ഇനി അങ്ങനെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലെങ്കിൽ ഷൂന്നൊക്കെ നല്ല പരിചയമുണ്ടല്ലോ. ട്രംപ് അച്ഛന്റെയും നെഹ്നു അച്ഛന്റെയും ഷൂ ഇങ്ങനെ നക്കി കൊടുത്തിട്ട് കുനിഞ്ഞു നിന്ന് കൊടുത്തിട്ട് പറ, ഇവിടെ യുദ്ധം ചെയ്യാനൊന്ന് നിർത്താൻ പറ സംഘികളോട്. BJP NDA എല്ലാ മതവും എല്ലാ വിശ്വാസികളും ബഹുമാനിക്കുന്ന പാർട്ടിയാണ്, പക്ഷെ എന്ന് സ്വയം പറഞ്ഞ് ആസ്വദിക്കുന്ന പാർട്ടി എന്നും കൂടി പറയണം. ഇത് പറയേണ്ടത് BJPക്കാരല്ല പറയേണ്ടത്, ജനങ്ങളാണ് പറയേണ്ടത്. അല്ലാതെ സ്വന്തമായിട്ട് കയ്യിൽ പറഞ്ഞ് ആശ്വാസം കണ്ടെത്തിയല്ല വേണ്ടത്. ഇതിപ്പോ പറഞ്ഞതിന്റെ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വിളിക്കുന്ന പേര് നിതീഷ് കുമാർ എന്നാണ് എന്ന് പറഞ്ഞ പോലെ ഉണ്ട് ഈ പറച്ചല്. ഉളുപ്പുമാണ്. രാജ്യത്തിന്റെ എതിരെ പ്രവർത്തിച്ച ആരാണെങ്കിലും പേടിയില്ലാണ്ട് അവരെ എതിർക്കുന്ന ഒരു പാർട്ടിയാണ്. രാജ്യത്തിനെതിരെയല്ല, സംഘികൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ഈടെ കൊണ്ടുപിടിപ്പിക്കും, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും, അല്ലെങ്കിൽ കൊന്നുകൊടുക്കും. അങ്ങനെ പറ. ഇതേ ഉത്തരേന്ത്യയല്ല, കേരളമാണ്. ഇവിടുത്തെ ജനങ്ങളെ ചോറാണ് കഴിക്കണത്, അല്ല ചാണകമല്ല തിന്നണത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് BJPന്റെ രാജ്യസ്നേഹത്തിനെ കുറിച്ച് കേരളത്തെ ജനങ്ങളെ പഠിപ്പിക്കണ്ട. കേരളത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് BJPന്റെ രാജ്യസ്നേഹം എത്രത്തോളം പൊങ്ങുന്നുണ്ട് എന്നുള്ളത്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഈ പിണറായി വിജയൻ പോലെയും പ്രിയങ്ക ഗാന്ധി വാഡ്ര പോലെ ഗാസ 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 ഇറാൻ മാത്രം പറഞ്ഞു നടക്കുന്ന, അതായത് പിണറായി വിജയനാണെങ്കിലും സോണിയാഗാന്ധി ആയാലും അവർക്ക് ഉപകാരം ചെയ്തവർക്ക് നന്ദി കാണിക്കുക എന്നുള്ള ഒരു വകതിരിവുണ്ട്. ഇപ്പോ സംഘികളുടെ തന്ത എന്നറിയപ്പെടുന്ന ട്രംപ് തന്തയായാലും നെഹ്നു തന്തയായാലും ഇന്ത്യക്ക് യാതൊരുവിധ ഉപകാരവും ഇല്ല എന്ന് മാത്രമല്ല, ഇന്ത്യക്ക് നാശം വരുത്തി വെക്കാൻ മാത്രമായി 2 തന്തമാരുണ്ട്. ആ തന്തയെ കൊണ്ട് ഒരു ഉപകാരവും ഇന്ത്യക്ക് കിട്ടില്ല. പക്ഷെ ഇറാനെ സംബന്ധിച്ചോളം ഇറാൻ ഇന്ത്യയെ പല ഘട്ടങ്ങളിലായിട്ട് സഹായിച്ചിട്ടുണ്ട്, പല സാഹചര്യങ്ങളിലും ഇറാൻ ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട്. അതായത് ഉപകാരം ചെയ്തവർക്ക് നന്ദി കാണിക്കുക എന്നുള്ളൊരു വകതിരിവുണ്ട്. ആ വകതിരിവ് BJPക്ക് ഇല്ലാത്തതുകൊണ്ടാണ്